യമീൻ്റെ പേരിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ രണ്ട് ഇതിഹാസങ്ങൾ നേർക്കുനേർ വരുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ലമീൻ യമാൽ അത് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഫോമിലാണ് ഇപ്പോൾ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മെസ്സിയെ മറികടന്ന് വേണമല്ലോ ഈ കളിയിൽ അദ്ദേഹം പ്രൂവ് ചെയ്യപ്പെടേണ്ടത്. ഈ മത്സരത്തിന് മുൻപായി രണ്ടുപേരുടെയും പ്രതികരണങ്ങളും നമുക്ക് മുന്നിലുണ്ട്. പരസ്പരം വില കുറച്ച് കാണുന്നില്ല. മെസ്സിയും ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതികരണമാണ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോരാട്ടത്തിൽ ആർക്കായിരിക്കും മേധാവിത്വം? എബിൻ റോസിനോട്. എബിൻ റോസ് കേൾക്കാമില്ല. ചോദ്യം ആരോടാണ്? എബിൻ റോസിനോട്. എബിൻ റോസ്. ആദ്യം ഈ നോയ്സ് ക്ലിയർ അല്ല, ആർപ്പാടെ കൺഫ്യൂഷൻ ആണ്. എന്നിരുന്നാലും എനിക്ക് മനസ്സിലായത് ലമീൻ യമാലും മെസ്സിയുമായിട്ടുള്ള ഒരു താരതമ്യമാണ്. അതെ അതെ അതെ. അപ്പോ നമുക്ക് പറയാനുള്ളത്, ലമീൻ യമാൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് മെസ്സി എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്ന ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ടെക്നിക്സും ടാക്ടിക്സും ഒക്കെ, അദ്ദേഹത്തിന്റെ ആ ട്രിബിളിംഗ് മികവും ഒക്കെ തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവ് ആണ്. ഒപ്പം തന്നെ ഏകദേശം മെസ്സി ശൈലിയിലാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മെസ്സി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കിരീടധാരണം നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറാനുള്ള സമയമായി. അതായത് ഓരോ കാലഘട്ടത്തും ഓരോ ജനറേഷൻ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം പെലെക്ക് ശേഷം മറഡോണ, അതിനുശേഷം റൊണാൾഡോ മെസ്സി പോരാട്ടമായിരുന്നു. നമുക്ക് ഇപ്പോഴും ആരെയും ഡിഫറെന്റ് ശൈലിയിൽ കളിക്കുന്ന മെസ്സി റൊണാൾഡോ ആരാണ് കേമന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മെസ്സി എന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മുടെ കാലഘട്ടത്തിൽ അവർ രണ്ടുപേരും മിടുക്കന്മാരായ താരങ്ങളായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോ ശരിക്കും ബാറ്റൺ നെക്സ്റ്റ് ജനറേഷനിൽ കൈമാറാനുള്ള സമയമായി. തീർച്ചയായിട്ടും ലമീൻ യമാലില് ആ ഒരു മേഖലയിലോട്ട് ടെക്നിക്കലി ഹൈ ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ്. പക്ഷെ ഈ ടൂർണമെന്റിൽ നേരത്തെ നമ്മളെ എവിടെയോ വായിച്ചതുപോലെ അഭിമന്യു, അതായത് ചക്രവ്യൂഹം ഭേദിച്ച് ഗോൾ സ്കോർ ചെയ്യാനുള്ള ആ ഒരു മികവിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹം നെക്സ്റ്റ് മെസ്സിയായിട്ട് ഉയർന്നു വരാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഇപ്പൊ സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ ആ ഒരു കിരീടധാരണം, അതായത് നെക്സ്റ്റ് മെസ്സി എന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് എംബാപ്പെ, ഹാളണ്ട്, ബെല്ലിംഗാം അടക്കമുള്ള ഒരു നിരവധി മികച്ച യുവ താരനിരകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് വരുന്നത് ലമീൻ യമാൽ. ഇന്നത്തെ മത്സരം അത് മെസ്സി ലമീൻ യമാൽ പോരാട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കുന്ന ടീമിനെ ഇപ്പൊ പറഞ്ഞ പോലെ ചരിത്ര പുരുഷനാണ് മെസ്സി. അദ്ദേഹത്തിന് ഇനി പ്രൂവ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ലമീൻ യമാൽ ആണ്, സ്പെയിൻ ആണ് ജയിക്കുന്നെങ്കിൽ, ലമീൻ യമാലാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ജനറേഷൻ സമയമായി കിരീടധാരണമായി രാജകുമാരനായിട്ട് വാഴ്ത്തപ്പെടാൻ മെസ്സി ലേണൽ ഇദ്ദേഹത്തിന് യമാലിന് എല്ലാ യോഗ്യതയുണ്ട്. അദ്ദേഹം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. വളരെ യങ് ആണെങ്കിൽ പോലും അദ്ദേഹം കിരീടധാരണം സ്പെയിനോടൊപ്പം യൂറോ കപ്പ് ഒക്കെ നേടി ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി, ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് കപ്പ് നേടുന്ന താരമായിട്ട് മാറുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉടൻ ചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബ്രാച്ചുകലാണ്, ബ്രാച്ചുകളുടെ പ്രതിനിധീകരിച്ചും ആരെങ്കിലും ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അബിൻ വർക്കി അദ്ദേഹം ഇച്ചിരി തിരക്കിലാണ്, അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ എം വി രാജേഷ്, ഇവിടെ ഇപ്പോൾ ലീഡെടുത്താൽ അർജന്റീനയ്ക്ക് സാധ്യതയുണ്ട്, അല്ല എങ്കിൽ ബുദ്ധിമുട്ടാകും എന്നതാണ് റൊണാൾഡോ ഉൾപ്പെടെ, സീനിയർ താരം റൊണാൾഡോ ഉൾപ്പെടെ അത്തരം ഒരു അഭിപ്രായം ഈ മാച്ചിന് മുൻപായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പല ജയിച്ച കളികളിൽ പോലും അർജന്റീനയ്ക്ക് അത് സാധ്യമല്ലാതിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. താങ്കൾ ഈ കളിയിൽ അങ്ങനെ ഒരു ലീഡെടുത്ത് മേധാവിത്വം നേടിക്കൊണ്ട് ഒരു ജയത്തിലേക്ക് പോകാൻ അർജന്റീനയ്ക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതുവരെയുള്ള അർജന്റീനയുടെ മത്സരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നിൽ നിന്നിട്ടാണ് പിന്നീട് അർജന്റീന മുന്നിലേക്ക് കയറി വന്ന് മത്സരം കാണാം. അതിൽ ഏറ്റവും മികച്ച പ്രകടനം ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ളത് തന്നെയാണ്. കാരണം ഇംഗ്ലണ്ടിനെ പോലൊരു ടീമിനെതിരെ ലീഡ് വഴങ്ങി 85 മിനിറ്റ് വരെ പിന്നിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് അവിശ്വസനീയമായ കാര്യമാണ്. ഈജിപ്തിനെതിരായിട്ടുള്ളതും മികച്ച പ്രകടനമായിരുന്നു എന്ന് പറയുമ്പോൾ ഈജിപ്ത് അല്ല ഇംഗ്ലണ്ട് എന്ന് നമ്മൾ കാണണം. നേരത്തെ അവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായ ലീഗുകളിലൊന്നാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ആ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ അനുഭവ സമ്പത്തുള്ള വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംഘത്തിനെതിരെ, ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഒരു ടീമിനെതിരെ 85 മിനിറ്റ് വരെ പിന്നിൽ നിന്നിട്ടും തിരിച്ചു വരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ
അർജന്റീനയ്ക്ക് ഒരുപക്ഷെ ലീഡ് എടുത്തില്ലെങ്കിൽ പോലും തിരിച്ചു വരാനുള്ള ശേഷി ഉണ്ടെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.